മികച്ച എന്റർടൈൻമെന്റ് വാല്യുള്ള കൊമേഴ്ഷ്യൽ ചിത്രങ്ങളോടൊപ്പം തന്നെ മികച്ച കളക്ഷൻ നേടി മുന്നേറുന്ന ബ്രഹ്മയുഗത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത്. അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. മമ്മൂട്ടി, രാഹുൽ സദാശിവൻ, അർജുൻ അശോകൻ ടീമിന്റെ മലയാളത്തെ എക്കാലത്തെയും ഏറ്റവും വലിയ പരീക്ഷണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം 11 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുന്ന വാർത്ത നമ്മൾ മുമ്പേ തന്നെ അറിയിച്ചതാണ്. മികച്ച അഭിപ്രായവും കളക്ഷനും നേറി മുന്നേറുന്ന കൊമേഴ്ഷ്യൽ വാല്യുള്ള ചിത്രങ്ങളോടൊപ്പം സ്ലോ പേസിൽ കഥ പറയുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത് മിന്നുന്ന വിജയം തന്നെയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും കൂടാതെ ചിത്രം റിലീസായ 35 മുകളിലുള്ള വിദേശ രാജ്യങ്ങളിലും. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ചിത്രം ഇപ്പോൾ ഓൾ ടൈം മലയാളം സിനിമ ഗ്രോസ് കളക്ഷനിൽ 5ാം സ്ഥാനമാണ് ഉള്ളത്. 2018 എന്ന മലയാള സിനിമയാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 2018 ടോട്ടൽ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ 2 കോടി 25 ലക്ഷം രൂപയാണ്. 11 ദിവസം കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് ബ്രഹ്മയുഗം കളക്ട് ചെയ്തിരിക്കുന്നത് 1 കോടി 60 ലക്ഷം രൂപയാണ്. വരുന്ന വീക്കെൻഡ് കഴിയുമ്പോൾ ചിത്രം 2018 കളക്ഷൻ മറികടക്കാൻ കഴിഞ്ഞേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മമ്മൂട്ടി സിനിമകളിൽ ഏറ്റവും വലിയ കളക്ഷനാണ് ബ്രഹ്മയുഗം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ തമിഴ് പതിപ്പിനും മികച്ച അഭിപ്രായവും മികച്ച കളക്ഷനുമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 23 ചിത്രത്തിന്റെ അന്യഭാഷാ റിലീസുകൾ നടന്നത്. ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നാണ് അന്യഭാഷാ പതിപ്പുകൾക്ക് കൂടുതൽ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഇല്ലാത്ത ഒരു സിനിമയ്ക്കാണ് ഇമാതിരി കളക്ഷൻ എന്ന് ഓർക്കണം, അതും ടോളിവുഡിൽ നിന്ന്. റെസ്റ്റ് ഓഫ് ഇന്ത്യ ബോക്സ് ഓഫീസിൽ നിന്നും ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന മമ്മൂട്ടി ചിത്രമായിരിക്കുകയാണ് ബ്രഹ്മയുഗം. ഇതിനു മുമ്പ് കണ്ണൂർ സ്ക്വാഡ് ആയിരുന്നു ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ മമ്മൂട്ടി ചിത്രം. കർണാടക ബോക്സ് ഓഫീസിൽ നിന്നാണ് ചിത്രം ഏറ്റവും കൂടുതൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ നേടിയിരിക്കുന്നത്. 3 കോടിക്കടുത്താണ് കർണാടക ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം 11 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. ചിത്രം റിലീസായി മികച്ച അഭിപ്രായം നേടിയെടുത്ത അന്ന് തുടങ്ങിയതാണ് ചില പ്രത്യേക തരം ആൾക്കാരുടെ ചൊറിച്ചിൽ. അതിപ്പോഴും തീർന്നിട്ടില്ല എന്ന് വേണം പറയാൻ. ചിത്രം നേടിക്കൊണ്ടിരിക്കുന്ന കളക്ഷൻ കണ്ട് അവരുടെ ചൊറിച്ചൽ ഒന്നുകൂടെ കൂടിയിരിക്കുകയാണ്. ചിത്രം നേടിയെടുത്ത കളക്ഷൻ ഫേക്ക് ആണ് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അവർ എത്തിയിരിക്കുന്നത്. അവരുടെ കരച്ചിൽ ഒരിക്കലും തീരില്ല. സിനിമയുടെ വിജയം കണ്ട് കുരുപൊട്ടി ഒലിച്ചതിന്റെ കരച്ചിലാണത്. ചിത്രം 11 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത് 20 കോടി 8 ലക്ഷം രൂപയാണ്. ഇനിയും ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മാത്രമല്ല വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും വലിയ ലോങ് റൺ തന്നെയാണ് ഉറപ്പിച്ചിരിക്കുന്നത്. കാരണം ചിത്രം 12ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും തിയേറ്ററുകളിൽ നിന്ന് മികച്ച പ്രതികരണം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കളക്ഷൻ റിപ്പോർട്ട്സുകളൊക്കെ പറയുന്നത് വ്യക്തമായ ട്രാക്കിംഗ് റിപ്പോർട്ടുകളുടെ തെളിവോടുകൂടിയാണ്. നിങ്ങൾ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തിനെ കുറിച്ചും ചിത്രം നേടിയെടുക്കുന്ന കളക്ഷനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.